കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ എന്ന ജേർണലിനകത്ത് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്ന പഠന റിപ്പോർട്ടിനകത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന 257 രോഗികളിൽ അവർക്ക് ഈ ബ്ലോക്ക് ഉണ്ടാക്കിയ ആ ഒരു കട്ടയിലെ രക്തക്കട്ട, ആ രക്തക്കട്ട എടുത്ത് നടത്തിയ പഠനത്തിൽ സാധാരണ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കണ്ടെത്തുന്നത് ഈ രക്തം കട്ട പിടിച്ച കടികകളും കൊഴുപ്പുമെല്ലാമാണ് കണ്ടെത്തുന്നത്. എന്നാൽ ഈ 257 നടത്തിയ പഠനത്തിൽ കൂടുതൽ പേരിൽ, അതായത് പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും കണ്ടെത്തിയത് പുറത്തു നിന്നുള്ള ശരീരത്തിലുള്ള വസ്തു അല്ലാത്ത ഒരു ഫോറിൻ ബോഡിയെ അതിനകത്ത് കണ്ടെത്തുകയുണ്ടായി. പരിശോധനയിൽ അത് മൈക്രോ പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയുകയുണ്ടായി. അതായത് വൈദ്യശാസ്ത്രം ഞെട്ടലോടുകൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ഹൃദയത്തിലെയും തലച്ചോറിലെയും രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഒരു വലിയ തോതിൽ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ പലപ്പോഴും പല രീതിയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പലപ്പോഴും നമ്മുടെ രക്തക്കുഴലിനകത്ത് വന്ന് വളരെ സൈലൻ്റായിട്ട് രക്തക്കട്ടകൾക്കകത്ത് അടിഞ്ഞുകൂടി വളരെ പെട്ടെന്ന് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്.